നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ ആ ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര വിമർശനമായിരുന്നു. ഇവിടെ എല്ലാവരും കൂടെ ഉഴുതുമറിക്കുകയായിരുന്നു, ഇതൊക്കെ ഇല്ലാ കഥകളാണ് എന്ന് പറഞ്ഞ്. ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കിയിട്ട് ഇതൊന്നും ഇവിടെ നടന്നിട്ടേ ഇല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലായിരുന്നു പ്രചരണം. ഇപ്പോ പുറത്തു വരുന്ന വാർത്ത എന്താണ്? ഒരു പെൺകുട്ടിയെ മത പരിവർത്തനത്തിന് വേണ്ടി വളരെയധികം നിർബന്ധിക്കുകയും ആ കുട്ടിയെ ഒരു ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അപ്പൊ ഇനിയും ഈ നാട്ടിലുള്ളവർക്ക് കണ്ണു തുറക്കുവോ? കാരണം ഇപ്പൊ എല്ലാ പ്രേമങ്ങളും, അതായത് രണ്ട് മതവിഭാഗത്തിൽ പെടുന്നവർ തമ്മിലുണ്ടാകുന്ന പ്രേമങ്ങൾ എല്ലാം ലവ് ജിഹാദ് എന്നല്ല പറയുന്നത്. പക്ഷെ അതൊരു 50 എണ്ണം നടക്കുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ലവ് ജിഹാദ് ആയിട്ടുണ്ട് എങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മളേറെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിലൂടെയാണ് അല്ലെങ്കിൽ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള സ്റ്റോറിക്കെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, കേരള സ്റ്റോറി ഫേക്ക് ആണ് എന്ന് പറഞ്ഞ ആളുകൾ, അതിലൊരു കാര്യം നമുക്ക് പറയാം. 3500 പെൺകുട്ടികളെ മതം മാറ്റി എന്ന് പറയുന്ന കേരള സ്റ്റോറിയിലെ ഒരു വാചകത്തോട് അല്ലെങ്കിൽ ആ ഒരു നെറേഷനോട് നമുക്ക് യോജിക്കാം. പക്ഷേ കേരളത്തിനകത്ത് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് 1 ആയാലും 50 ആയാലും 100 ആയാലും അതുണ്ട്. 35,000 ഇല്ലെങ്കിലും 10, 15, 20, 25 ഉണ്ടെങ്കിലും അതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരാഴ്ചക്കിടെ 3 പെൺകുട്ടികളാണ് ഇത്തരം കേസുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നിർബന്ധപൂർവം പ്രണയിച്ച് മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് തന്നെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നു, പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തനിക്ക് പൊട്ടു തൊടാൻ സ്വാതന്ത്ര്യമില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, തട്ടമിടാതെ പുറത്തിറങ്ങാൻ പാടില്ല, മതം മാറുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തനിക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി, ആലപ്പുഴയിലുള്ള ഒരു പെൺകുട്ടി രംഗത്ത് വരികയും പോലീസിന് പരാതി കൊടുക്കുകയും ചെയ്തിട്ട് 4 ദിവസമേ ആവുന്നുള്ളൂ. അതിനിടയിലാണ് നമ്മൾ മറ്റൊരു കാര്യം കേട്ടത്. ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പ്രണയിച്ച് പ്രണയം നടിച്ച് പിന്നെ ഈ വിവാഹത്തിനടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ പെൺകുട്ടിയോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം, മലപ്പുറത്ത് പഠന ക്ലാസ്സിന് വേണ്ടി പോകണം, അവിടെ പഠിക്കാനുണ്ട്, ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, എന്നിട്ട് ഇസ്ലാമികമായിട്ട് വരേണ്ടതുണ്ട്. എന്നിട്ട് ഈ കുട്ടി അവിടെ എത്തിക്കുന്നു. അവിടെ എത്തിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിയുടെ ലൈംഗിക അവയവം, അതിന് മലയാളത്തിൽ പറഞ്ഞ ക്രിസരി എന്ന് പറയും, ക്രിസരി മുറിക്കുക. ഇതിന് നമ്മുടെ ഈ സുന്നത്ത് പോലെ തന്നെ മറ്റൊരു കർമ്മമുണ്ട്. ആ കർമ്മം ചേലാകർമ്മം, അതാണ് പെൺകുട്ടികൾ ചെയ്യാറ്. ആ ചേലാകർമ്മത്തിന്റെ ഇതാണ് ക്രിസരി മുറിക്കുക എന്ന് പറയുന്നത്. ആ ക്രിസരി മുറിക്കുന്ന കാര്യം ഈ പെൺകുട്ടിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഈ പെൺകുട്ടിയും ഇപ്പോ ഇത് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ കോതമംഗലത്തുള്ള എൽദോസിന്റെ മകൾ സോന എൽദോസ്, 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ച് പ്രണയിച്ച് ഈ കുട്ടിയോട് പറയുന്നത്, വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറിയേ പറ്റുള്ളൂ, മതം മാറാതെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. റമീസ് എന്ന് പറയുന്ന നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു ജോലിക്കാരനാണ് ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിച്ചിട്ട് കുടുംബങ്ങളൊക്കെ കൂടിയിരുന്നു കൊണ്ട് ഈ കുട്ടിയോട് മതം മാറാൻ വേണ്ടിയുള്ള ക്ലാസ് കൊടുക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. അവിടെ നിന്ന് മതം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരേണ്ട അവസ്ഥയിലേക്ക് ആ കുട്ടി പോകുന്നു. ആ കുട്ടിയെ ചതിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നുണ്ട്. ഇമ്മോറൽ ട്രാഫിക്കിൽ വരെ പ്രതിയാണ് ഈ റമീസ് എന്ന് പറയുന്നത്. ആ റമീസ് അങ്ങനത്തെ പ്രശ്നത്തിൽ വരെ പ്രതിയായിട്ട് ആ കുട്ടിയെ ചതിച്ചു എന്ന് തോന്നിയിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ കുട്ടി ഇവനെ കൈവിട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും ഇവൻ പറയുന്നത് മതം മാറാതെ പറ്റില്ല എന്നാണ്. അവസാനം രക്ഷിതാക്കൾക്ക് കത്തെഴുതി വെച്ചുകൊണ്ട് ഇത്രയും ക്രൂരതകൾ എന്നോട് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല, മതം മാറാൻ വേണ്ടിയേ മതം മാറാൻ തയ്യാറാവാത്തത് കൊണ്ട് ഉപദ്രവം ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക? കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ, അതായത് കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, ഇതിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുമോ? ഇവിടെ എന്ത് കാര്യം വന്നാലും പോസ്റ്റ് ഇടുന്ന ആളുകളാണല്ലോ. നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നു, എന്നിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. 2 ക്രിസ്ത്യൻ കുട്ടികളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. എത്ര ഗുരുതരമാണിത്! അതുപോലെ തന്നെ ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെ ഈ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആർഷവിദ്യാ സമാജത്തില് പല പെൺകുട്ടികളുണ്ട്. അതിൽ ശ്രുതിയൊക്കെ കൃത്യമായി ആ കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത്, ഇവരെ പരിചയപ്പെട്ടിട്ട് ശേഷം സത്യസരണിയിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. നിങ്ങളുടെ ദൈവം ഈ തുമ്പിക്കൈയുള്ള മൃഗത്തിന്റെ, ആനയുടെ തലയുള്ള ദൈവമല്ലേ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളിൽ ചോദിച്ചുകൊണ്ടാണ് ഈ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്
പ്രത്യേകമായ ഒരു വിങ് ഉണ്ട്, പ്രത്യേകമായ പ്ലാൻ ഉണ്ട്. ഒരാളെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് സമൂഹത്തിലേക്ക് വിടുന്നു. എന്നിട്ട് അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു അന്യമതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ പ്രണയിക്കുന്നു. ആ പെൺകുട്ടികളെ പ്രണയിച്ചിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇപ്പം അവരുടെ കുടുംബക്കാരോ ആരെങ്കിലും ഒക്കെ ഇടപെട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വിങ്ങിനെ തന്നെ, അതായത് പുറത്ത് ഈ കായികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇത്തരം കാര്യങ്ങൾ നേരിടാൻ വേണ്ടി ഒരു വിങ്ങിനെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു കാര്യം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് കേരളത്തിൽ നടന്നിരുന്നു. ഏതെങ്കിലും പോലീസ് ഇക്കാര്യം അറിഞ്ഞായിരുന്നോ? ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രശ്നം ലവ് ജിഹാദ് എന്നൊരു വാക്ക് FIR ഇല്ല എന്നുള്ളതാണ്. ലവ് ജിഹാദ് എന്നുള്ളത് ഇതിനെ എന്താണ് അതിന്റെ ഒരു സൂചനയായി മറ്റുള്ള ആളുകൾ നൽകിയിട്ടുള്ള പേരാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതല്ല, ഈ കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ക്രിസ്ത്യൻ പ്രേമം വഴിഞ്ഞൊഴുകയായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ ഈ വിഷയത്തിൽ ആ പ്രേമം കാണുന്നില്ല. ഈ വിഷയത്തിൽ ഇത് വരില്ല. കാരണം ഇത്തരത്തിൽ കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ ഇതിന് ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർഷവിദ്യാ സമാജത്തിലെ പെൺകുട്ടികൾ അവരുടെ അവസ്ഥ വന്ന് വിവരിക്കുമ്പോഴും, ഇവിടെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടി ഇപ്പൊ ആത്മഹത്യ ചെയ്തപ്പോഴും കത്തെഴുതി വെച്ചപ്പോഴും പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. മതം മാറാൻ നിർബന്ധിച്ചതിന് കേസെടുത്തിട്ടില്ല. ഇവിടെ പല കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സത്യമാണ്. പക്ഷെ നിർബന്ധിച്ച് ഇസ്ലാം മതങ്ങളിലേക്ക് മാറാൻ വേണ്ടി നിർബന്ധപൂർവ്വം വാശി പിടിക്കുകയും പിന്നീട് അത് വലിയ ചൂഷണമാവുകയും അതിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന കേസുണ്ട്. അതാണ്. അല്ലാതെ ലവ് ജിഹാദ് കേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയൂ. FIR എഴുതുവോ ലവ് ജിഹാദ് എന്ന്? അങ്ങനെ ഒരു ടേം ഉണ്ടോ? അങ്ങനെ ഒരു ടേം ഇല്ലല്ലോ. അതുകൊണ്ട് നിർബന്ധപൂർവമായ മതപരിവർത്തനം എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇന്നലെ പുറത്തുവന്നൊരു വാർത്തയുണ്ട്. അതായത് തിരുവനന്തപുരത്തെ പല ഈ പറയുന്ന പോലത്തെ ഇവരുണ്ടല്ലോ, മീൻ പിടിക്കാൻ പോകുന്ന ആ വിഭാഗത്തിൽ ജീവിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളുണ്ടല്ലോ, അവര് പോലും അറിയാതെ അവരുടെ ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മതം മാറ്റുന്നു. ഇതാണ് ഇവരുടെ പ്രശ്നം. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മതം മാറ്റിയിട്ട് എളുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടും ഈ കൺവെർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ മതം മാറ്റുന്നത്. അതിന്റെ ഫുൾ വിവരങ്ങൾ ഇന്നലെ ന്യൂസ് 18 പോലുള്ള മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും പ്രതികരിച്ചോ? നിർബന്ധ മതപരിവർത്തനത്തിനെതിരെ ഇവിടെ ആരെങ്കിലും ശബ്ദിച്ചോ? ഇല്ലല്ലോ. ഇവിടെ എപ്പോഴും ഇടതും വലതും ഒക്കെ നിൽക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർ മിണ്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത്, അവരവരുടെ ആളുകളെ അവരവർ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നതിനോ മറ്റു മതങ്ങളിൽ നിന്ന് പ്രണയിക്കുന്നതിനോ ഒന്നും എതിരല്ല. അങ്ങനെ പ്രണയിച്ചോട്ടെ, പക്ഷെ സത്യസന്ധമായ പ്രണയമായിരിക്കണം. അല്ലാതെ മതം മാറ്റുക, മതം മാറിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നീ പോയി മരിച്ചോ എന്ന് പറയുക, ക്രൂരത. ഇതിൽ പരം ക്രൂരത വേറൊന്നും ഇല്ലല്ലോ. ക്രിസ്തുവിനെ മുറിക്കാൻ കൊണ്ടുപോവുക, ഇത്തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോഴെങ്കിലും ഇവരൊക്കെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ സഭ അറിയുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സഭയിലെ ആളുകളൊക്കെ ഉണ്ടല്ലോ, പല പല അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ. സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ ചില സഖാക്കളുടെ അടിമകളായിട്ടുള്ള ചില അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വിഷയം അറിയുമോ, എന്തെങ്കിലും പ്രതികരിക്കുമോ നമുക്ക് നോക്കാം.